നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ടർബോ. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖാണ്. മിഥുൻ മാനുവൽ തോമസ് ആണ് തിരക്കഥയും കഥയും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ ദിവസം, അതായത് മെയ് 23-ന് വ്യാഴാഴ്ച സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസായിരിക്കുകയാണ്. 70 രാജ്യങ്ങളിലാണ് ഈ സിനിമ റിലീസിനെത്തിയത്. അപ്പോൾ തന്നെ നമുക്കറിയാം മമ്മൂട്ടി സിനിമകൾക്ക് കിട്ടുന്ന സാധാരണ രീതിയിലുള്ളതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ റിലീസായിരുന്നു ടർബോ. അപ്പോൾ ഈ ഒരു ടർബോ സിനിമ തിയേറ്ററുകളിൽ വന്നപ്പോൾ തന്നെ ആദ്യത്തെ ദിവസം നല്ലൊരു അഭിപ്രായം സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവുകളും മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സിനിമ കണ്ടിട്ട് നെഗറ്റീവ് റിവ്യൂകളും വരികയുണ്ടായി. അപ്പോൾ ഒരുപാട് വിമർശകർ ഈ സിനിമയ്ക്ക് പിന്നിലും ഇതിൻ്റെ ഒപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് അത് വലിയൊരു ബാധിച്ചോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് തെളിഞ്ഞിരിക്കുന്നത്. മറ്റൊന്നല്ല, ഈ ഒരു സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം തിയേറ്ററിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് 6 കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുത്തത്. പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് 17 കോടിക്ക് മുകളിൽ സിനിമ നേടിയെടുത്തിട്ടുണ്ട് ആദ്യത്തെ ദിവസം. പിന്നീട് അങ്ങോട്ട് വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്ന് പറയുന്ന ഈ 4ാമത്തെ ദിവസത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ട് എത്രയാകും എന്നുള്ളതാണ് ഒരുപാട് പേരും കാത്തിരുന്ന ഒരു വീഡിയോ. അപ്പോൾ കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെയും മമ്മൂട്ടി കമ്പനി പുറത്ത് വിടാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ചിട്ട് സംസാരിക്കാനും കഴിയില്ല. എങ്കിലും കൂടിയിട്ട് നമുക്ക് ഈ 17 കോടി ആദ്യത്തെ ദിവസം ഈ ഒരു സിനിമ നേടിയെടുത്തപ്പോൾ നമുക്കൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമ 50 കോടിയൊക്കെ നിസ്സാരമായിട്ട് അടിക്കുമെന്നുള്ളത്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ കുറേ പ്രേക്ഷകർ ഈ സിനിമയിൽ നിന്നും പിന്മാറിയോ അതോ മമ്മൂട്ടിയുടെ മുകളിലുള്ള എന്തെങ്കിലും ഇഷ്യൂസിൽ ഈ മമ്മൂട്ടിയോടുള്ള താല്പര്യക്കുറവിൽ ഈ ഒരു സിനിമയ്ക്ക് കയറാതെ ആയോ എന്നുള്ള ചോദ്യങ്ങൾ വരെ നമ്മുടെ ഉള്ളുകളിൽ വന്നു നിന്നു. എങ്കിൽ ഒരു സിനിമ 52.11 കോടി രൂപയോളം കളക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ റിസൾട്ട്, അതായത് ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ തന്നെ മമ്മൂട്ടി കമ്പനി തന്നെ ഈ ഒരു സിനിമയുടെ വേൾഡ് വൈഡ് റിസൾട്ട് പുറത്തു വിട്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു ദിവസം. എന്തായാലും വേണ്ടില്ല, ഈ ഒരു സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ എല്ലാ റിവ്യൂവേഴ്സിനും അതുപോലെ തന്നെ ഏത് ആളുകൾക്കായാലും വ്യക്തിപരമായിട്ടുള്ള ഏത് ആളുകൾക്കാണെങ്കിലും ഇത് അടിച്ചണ്ണാക്കിൽ കൊടുത്തിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, വേൾഡ് വൈഡ് റിസൾട്ട് എന്ന് പറയുന്നത്. എന്തായാലും 100 കോടിയിലേക്ക് മമ്മൂട്ടി സിനിമ കടക്കാൻ അധികം ദിവസങ്ങളും വേണ്ട എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കാണുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായം അറിയാതെ സ്വയം വിലയിരുത്തുക. ഈ ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ്, അല്ലെങ്കിൽ ഇത് വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ എത്ര മികച്ചൊരു സിനിമയാണെന്നുള്ളതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഇന്റർവ്യൂകളിലും മമ്മൂട്ടി പോലും പറഞ്ഞിട്ടില്ല. മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സിനിമയിൽ ഇടി വേണമെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഇടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ടർബോ ജോസ് എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം വെറും ഇടി മാത്രം, അതായത് സിനിമയിൽ മാസാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ കോമഡിയും അതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറി ബേസിൽ നല്ലൊരു ഫാമിലിയോട് കൂടിയിട്ടുള്ള ഒരു കഥയൊക്കെ ആയിട്ടാണ് പോകുന്നത്. എങ്കിലും ഈ ഒരു സിനിമ നല്ല രീതിയിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാനും കഴിയും. അപ്പോൾ വരും തലമുറകൾക്ക് ജനറൽ നോളജിൽ പഠിക്കാൻ ടർബോ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെയൊന്നുമല്ല ഈ ഒരു സംഭവമായിട്ടൊന്നും ഈ ഒരു സിനിമേനെ ആരും കണക്ക് കൂട്ടണ്ട. 2.5 മണിക്കൂർ നിങ്ങൾ സിനിമ കാണാൻ ഈ ഒരു വെക്കേഷൻ ടൈമിൽ, ഒരു വെക്കേഷൻ്റെ എൻഡിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. മമ്മൂട്ടിയുടെ ഒരു അടിപൊളി മാസ് സിനിമ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ടർബോ ജോസ് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാം, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. നെഗറ്റീവ് പറയുന്നവർ അവർ അവിടെ തന്നെ ഇരിക്കട്ടെ, അവർക്കുള്ള അടിപൊളിയായിട്ടുള്ള ഉരുളക്കുപ്പേരി പോലത്തെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സിനിമേനെ ആര് തകർക്കാൻ നോക്കിയാലും ഒരിക്കലും സാധിക്കില്ല. കാരണം ഈ സിനിമ എന്താണെന്നുള്ളത് ഇന്ന് റിസൾട്ട് വന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.